ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഡേ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും നല്ല സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തേക്ക് മദ്രസ പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വിരുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പഴം പുഴുങ്ങിയതും കട്ടൻ ചായ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പം നമുക്ക് പൊറാട്ടയും ചിക്കൻ കറിയും അതുപോലെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാവും, വോട്ടെടുപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം പുഴുങ്ങിയതും കട്ടൻ ചായ ആക്കിയിട്ടുണ്ട്. പഴം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കട്ടൻ ചായ ഒന്ന് വെള്ളം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചായപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ കട്ടൻ ചായ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണം. കാരണം വോട്ട് ചെയ്യാൻ പോയുള്ളത് കൊണ്ട് തന്നെ എപ്പോഴാണ് തിരിച്ച് വരികയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പണികളൊക്കെ തീർത്തിട്ട് ഏതായാലും നമ്മൾ വീട്ടിൽ പോവാണല്ലോ, അപ്പോൾ പണികളൊക്കെ തീർത്ത് ക്ലീനിങ്ങൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം പോകാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ അത് വേഗം വന്നിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഞാൻ അധികവും അകമാണ് പെട്ടെന്ന് അടിച്ചു വാരി എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ റൂമും പിന്നെ അതുപോലെ ഡൈനിങ് ഹാള് അങ്ങനെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചാരി എടുത്തു. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് അലക്കാനുള്ളൂ കേട്ടോ. കാരണം ഇന്നലെ വൈകുന്നേരമാണ് അലക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ഞാൻ പോയിട്ടുള്ളത് മുറ്റത്തേക്കാണ് കേട്ടോ. മുറ്റത്ത് അടിച്ചു വരാൻ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കൾ മുറ്റത്തുനിന്ന് കളിക്കണോണ്ട് പിന്നെ ഈ ഓലൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഞാൻ മുറ്റം മുഴുവനായിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മുന്നിലെ ഭാഗത്തും കുറച്ച് ചമ്പലുണ്ട് കേട്ടോ. പറയാൻ മാത്രം ഒന്നുമില്ല, എന്നാലും അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മാങ്ങ നല്ല പോലെ വെയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല പോലെ കൊയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മാങ്ങ കൊയ്യുന്നതാണ് അധികം ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി നമ്മൾ ആ മാങ്ങൻ്റെ ചോട്ടിലേക്ക് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു സപ്പോർട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് മുറ്റടിച്ചാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് റെഡി ആയിക്കോളും. പിന്നെ പോയിക്കതാ ഞാൻ ഏതായാലും വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി എന്നാ വരിക എന്നുള്ള അറിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ചെടികൾക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മൾ അകത്ത് വെക്കുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗത്ത് അങ്ങനെ ഒലിച്ചു പോവില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വരുമ്പോഴേക്കും അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും. മറ്റേ ഉണങ്ങി പിടിച്ചിങ്ങാണ്ട് ചിലപ്പോൾ വെള്ളമില്ലാതൊക്കെ അത് ചിലപ്പം ഇതായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ് തുടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അകവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുന്നത് കേട്ടോ. എത്ര നമ്മൾ വീട്ടിൽ പോവുകയാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒതുക്കി നല്ല വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ പോകാറുള്ളത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ആരും പ്രത്യേകിച്ച് പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീനിലുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ആറിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. തലേന്ന് നമ്മൾ അലക്കിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ സീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷമാണ് പിന്നെ പുതിയ ഡ്രസ്സ് നമ്മൾ തോരയിടുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാനും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ അകത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് തോരട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം നേരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടെ ആണെങ്കിൽ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ആയിരുന്നു കേട്ടോ നമുക്ക് പാർട്ടീൻ്റെ വക ഫുഡ് ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും വോട്ട് ചെയ്തവർക്ക് അവിടെ വരാറുണ്ട്. അങ്ങനെ അവർക്കുള്ള ചോറും പൊറാട്ടയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആദ്യം തന്നെ പൊറാട്ടയും ചിക്കൻ കറിയും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറ് എല്ലാവർക്കും വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചതിന് ശേഷം നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വരുന്ന സമയത്തേ ഒരുപാട് ലഗേജ് ഉണ്ട് കേട്ടോ. നമ്മൾ 10 ദിവസത്തിന് നിൽക്കാൻ വരികയാണെങ്കിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയിട്ട് നമുക്ക് ഒരു ലോഡ് ലഗേജ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം മുന്നേ ഇപ്പോൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വന്നപ്പോൾ പേരക്കുട്ടിയൊക്കെ വാങ്ങിയതാണ് കേട്ടോ. അത് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ വെക്കേഷനിൽ അവർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഒന്ന് പിടിച്ചിരുത്താൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു മാജിക്കൽ ബുക്ക് ഉണ്ട്. നമ്മൾ ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക പായുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ വക ഒരു പിസ്ത ജ്യൂസും കുടിച്ചിട്ട് നേരെ നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ പോന്നേ. ഒരമ്മായിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ബാക്കി 2 അമ്മായികളുടെ വീട് എടുത്തെടുത്തായതുകൊണ്ട് നമുക്ക് മൊത്തം ആൾക്കാരെയും കണ്ടിട്ട് പോകാം കേട്ടോ. അങ്ങനെ ഒരമ്മായിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ ജ്യൂസായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ ബാക്കിയുള്ള അമ്മായികളുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടോ.
അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.